ഹലോ, നല്ല നമസ്കാരം. തഗ് ലൈഫ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണ്. ഇതിൽ ഒരുപാട് ലെയറുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗാങ്സ്റ്റർ മൂവി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഗാങ്സ്റ്റർ വാർ എന്ന് പറയാം. രക്ഷിക്കുന്നവൻ അവസാനം ശിക്ഷകനായി മാറുന്നു, രക്ഷിക്കപ്പെട്ടവനെ രക്ഷകൻ ശിക്ഷിക്കുന്നു എന്നതാണ് ഇതിൻ്റെ കഥാസാരം. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമയ്ക്കുള്ളൊരു വലിയ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ സ്റ്റോറി വളരെയധികം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. കാരണം മണിരത്നത്തിൻ്റെ തന്നെ പഴയ പല സിനിമകളുടെയും ദളപതി, ചെക്കച്ചവന്ത വാനം, അതോടൊപ്പം തന്നെ നായകൻ, അങ്ങനെയുള്ള കുറേ സിനിമകളുടെ നാറ്റം ഇതിൽ വന്നിട്ട് അടിച്ചിട്ട് ഭയങ്കരമായിട്ട് നാറി പോയി ഈ സിനിമ. കഥ എന്ന് പറയുന്നത് വളരെയധികം പ്രെഡിക്റ്റബിൾ ആണ്. അടുത്ത എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സാധനം. കാരണം മണിരത്നത്തിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ചില ക്ലാസിക്കൽ സാധനങ്ങളുണ്ടെന്നേ. ആ ക്ലാസിക്കൽ സാധനങ്ങളൊന്നും തന്നെ ഇതിലില്ല. ഏത് സിനിമ ആയിക്കോട്ടെ, ചരിത്ര സിനിമ ആയിക്കോട്ടെ, ലവ് സ്റ്റോറി ആയിക്കോട്ടെ, ഒരു ഗാങ്സ്റ്റർ മൂവി ആയിക്കോട്ടെ, അതൊക്കെ ആയിരുന്നാലും മണിരത്നത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറേ ഷോട്ടുകളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇതിൽ കണ്ടിട്ടില്ല. കാരണം കൃത്യമായിട്ട് ഇതിൻ്റെ ഈച്ച് ആൻഡ് എവരി സൈഡും കമലഹാസൻ കൈവച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു മോശമായിട്ടുള്ള ആ ഒരു കഥ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് സഹിക്കുന്നതിനപ്പുറമാണ്. ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ള ചിമ്പു, പിന്നെ അവൻ കാണിക്കുന്ന ഓവർ ആക്ടിങ്ങിൻ്റെ അങ്ങേയറ്റമാണ്. അങ്ങേയറ്റം എന്ന് വെച്ചാൽ ലോക അങ്ങേയറ്റം. ഒരുപക്ഷെ കമലഹാസനെ പോലുള്ള ഒരു വലിയ ആക്ടറിനോടൊപ്പം നിൽക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആക്ടറിനോടൊപ്പം പിന്നെ പെർഫോം ചെയ്യാൻ വേണ്ടി ഞാനും ഒരു വലിയ നടനാണ് എന്നുള്ള ഒന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. ഇവൻ നാടകീയത പറയുന്നത് അങ്ങ് അറ്റത്ത നാടകീയത. മറ്റൊരു നടനെ ആയിരുന്നു ഇതിൽ കാസ്റ്റ് ചെയ്യേണ്ടത്. കാരണം അവൻ്റെ ആക്ടിങ്, അവൻ നോർമലായിട്ട് അഭിനയിച്ചാൽ മതി. ചിദംബരേശൻ സാധാരണ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നോർമലായിട്ട് അഭിനയിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതെന്ന് പറയുന്നത് നാടകീയതയുടെ അങ്ങ് അറ്റമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ നായികമാർ, തൃഷ ആയിക്കോട്ടെ, ഐശ്വര്യ ആയിക്കോട്ടെ, അവർക്കൊന്നും വലിയ പ്രാധാന്യമില്ല. തൃഷയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മിന്നാമിനുങ്ങ് പോലെ വന്ന് മിന്നിട്ട് പോകുന്നു, ഒരു സുഖമില്ല. അകപ്പാടെ അല്പമെങ്കിലും നന്നായിട്ട് ഇത് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് അഭിരാമി മാത്രമാണ്. അഭിരാമി പിന്നെ കമലഹാസനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന പെർഫോമൻസിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് അഭിരാമി മാത്രമാണ്. ബാക്കി എല്ലാ നായികമാരും, അതോടൊപ്പം തന്നെ സാനിയ പിന്നെ മൽഹോത്ര, ആ പുള്ളിക്കാരി വെറുതെ കൊണ്ടുവന്ന് കയറ്റി ഈ ഫ്രെയിമിനെ, ആർട്ടിസ്റ്റുകളുടെ ഫ്രെയിമിനെ വലുതാക്കാം എന്നതിനപ്പുറം സാനിയയുടെ പിന്നെ വരവുകൊണ്ട് ഈ സിനിമയ്ക്കോ അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥയ്ക്കോ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. വെറുതെ ഈ സിനിമയുടെ പിന്നെ ഈ ഫ്രെയിം വലുതാക്കാം, അല്ലെങ്കിൽ കാസ്റ്റിംഗ് ക്രൂ ഒരു വലിയ ഫ്രെയിമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് സാനിയയുടെ പ്രസൻസ് കൊണ്ട് ഗുണം ചെയ്തിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ജോജുവിൻ്റെ കാര്യം, ജോജുവിനെ പോലുള്ള ഒരു നടനെ കൊണ്ടുവന്ന് ഇതിൽ കോമാളിയാക്കുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നിലും അദ്ദേഹത്തെ നല്ലൊരു ഒരു വില്ലനാക്കി മാറ്റണം. അല്ലാതെ ഇങ്ങനെ അദ്ദേഹത്തെ ഒരുമാതിരി കോമഡി കഥാപാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് തോന്നിയത്. ജോജുവിനെ പോലുള്ള ഒരു നടൻ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതോടൊപ്പം നാസറിന്റെ പെർഫോമൻസ് സ്വല്പം കൂടി ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരു നല്ലൊരു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസ് വളരെയധികം ഗംഭീരമായിട്ടുണ്ട്. പിന്നെ കമലഹാസന്റെ ഓരോ ലെയർ, പിന്നെ ഓരോ കാലഘട്ടത്തിലുള്ള ആ ഒരു രീതിയൊക്കെ വളരെയധികം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ചിമ്പുവിനെയും പിന്നെ ആ ഒരു ബാലൻസിൽ സെക്കൻഡ് ലെയറിലോട്ട് പോകുമ്പം പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ഇത്തിരി ഓവറായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ARRന്റെ മ്യൂസിക് വളരെയധികം ഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് പാട്ടുകളൊക്കെ വളരെയധികം ഗംഭീരമായിട്ട് വിഷ്വൽ നന്നായിട്ട് തന്നെ ഇത് ചെയ്തതുകൊണ്ട് ആ പാട്ടൊക്കെ കിടലായിട്ട് ആസ്വദിക്കാൻ പറ്റി, തിയേറ്ററിൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. പിന്നെ കുറേ ക്യാമറയുടെ നല്ല കുറേ കിടില സാധനങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നൈറ്റ് ആയിട്ടുള്ള ആ ചില ഫ്രെയിമുകളൊക്കെ ഉണ്ടല്ലോ, കിടിലം നല്ല രസമായിട്ട് അതിൻ്റെ ലൈറ്റിങ്ങും ആ ഷോട്ടുകളൊക്കെ വളരെയധികം ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ക്യാമറ വർക്ക് നല്ല സ്റ്റൈലായിട്ട് ഇത് ചെയ്തു. അതോടൊപ്പം തന്നെ ആക്ഷൻ കോറിയോഗ്രാഫിയിൽ ഒരു ഹോളിവുഡ് സാധനം കൊണ്ടുവരാൻ ഇതിൽ സാധിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ചിമ്പുവിനെ നമുക്ക് മാറ്റി നിർത്താം, കാരണം അവൻ പുള്ളിക്കാരത്തൂടെ യങ്ങാണല്ലോ. പക്ഷേ കമലഹാസൻ ഈ പ്രായത്തിലും നല്ല കിടിലമായിട്ട്
ആക്ഷൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് ഒരു വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. നല്ല ആക്ഷൻ കോറിയോഗ്രാഫി നല്ല കീടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ നല്ല സൂപ്പറായിരുന്നു. ARRന്റെ മ്യൂസിക് നല്ല സൂപ്പറായിരുന്നു. പിന്നെ ആർട്ടിൻ്റെ കാര്യം കൂടി പറയണം. ആർട്ട് സൂപ്പറായിട്ടുണ്ട്. കീടിലം വെച്ചാൽ കീടിലം. ഒരു സീനും അതിൻ്റെ ഒരു പൂർണ്ണത എത്തിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് മണിരത്നത്തിൻ്റെ ഒരു സിനിമ ആകുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടി ആർട്ട് വഹിക്കുന്ന പങ്കുണ്ടല്ലോ, കീടിലം. പ്രത്യേകിച്ച് പിന്നെ ഫസ്റ്റ് പാർട്ട്, ആ പഴയ കാലഘട്ടത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, കീടിലമായിട്ട് ആർട്ട് വർക്ക് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂം ഉൾപ്പെടെ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ എനിക്ക് ഈ സിനിമ സോസോ ഫീലാണ് എനിക്ക് തോന്നിയത്. നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, ചീത്തയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീത്തയും അല്ല, മോശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശമാണ്, നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെയുള്ളൊരു സോസോ ഫീലാണ് എനിക്ക് മൊത്തത്തിൽ ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഓക്കെ, താങ്ക് യു.